നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. മൾട്ടി സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയുന്ന തസ്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. വിവിധ ക്വാളിഫിക്കേഷൻ, അതായത് 10ാം ക്ലാസ് IT ഒക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് മാത്രമുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. കാരണം ഏതൊരു റിക്രൂട്ട്മെൻറ്റിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് പ്രോപ്പറായുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, സാലറി, ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ ഇന്ന് രാത്രി നമ്മളൊരു 9:30 ആകുമ്പോൾ ലൈവ് വരുന്നുണ്ട്. ലൈവ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസം മുൻപ് പറഞ്ഞാൽ 2 ദിവസം മുൻപ് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് മെർച്ചൻ്റ് നേവിയുടെ ഒരു വീഡിയോ ആണ് ചെയ്തിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ 18 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ്. നിങ്ങളത് കംപ്ലീറ്റ് വാച്ച് ചെയ്യാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആണ് കമൻറ്റിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളെ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെർച്ചൻ്റ് നേവി എന്താണ്, മെർച്ചൻ്റ് നേവിയിലേക്ക് അപ്ലൈ ചെയ്യണോ, അതിന് ഇതെന്താണ്, ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്, അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ചോദിച്ചത് കാരണമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അതല്ലാതെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലല്ല ചെയ്തത്. ഇതിലേക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ചൊന്ന് അവെയർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് കമൻ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിലുള്ള കമൻ്റ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ഹൈഡാക്കി വെച്ചാണ് ഞാൻ കാണിക്കാം. നിങ്ങൾ ലൈവ് വരികയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട് ചോദിക്കാവുന്നതാണ്. 9:30 ആകുമ്പോൾ നമ്മൾ ഇന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്യും രാത്രി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നമുക്ക് 411 വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കാണാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ബോർഡർ റോഡ്സ് എന്നാണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കാണാം 1/2025 ഓക്കെ. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് നമുക്ക് ഈ പറയുന്ന മെയിൽ കാൻഡിഡേറ്റ്സിനെ മാത്രമാണ്. 411 വേക്കൻസിയാണ്. ഏതൊക്കെ പോസ്റ്റ് ആണ് ഈ MSW എന്ന് പറയുന്നത് മൾട്ടി സ്കിൽഡ് വർക്കർ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. നിങ്ങൾക്കിവിടെ കാണാം കുക്ക് വിളിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതാ കറണ്ട് വേക്കൻസിയും ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറയാം. കറണ്ട് വേക്കൻസി പറഞ്ഞാൽ നിലവിൽ നമുക്കുള്ള ഈ ഒരു എന്താണ് ഇയറിൽ വന്നിരിക്കുന്ന വേക്കൻസി, അല്ലെങ്കിൽ നിലവിൽ നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റിന് കാരണമാകുന്ന വേക്കൻസിയാണ് കറണ്ട് വേക്കൻസി. ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ മുൻപത്തെ റിക്രൂട്ട്മെൻറ്റിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഫില്ല് ചെയ്യാത്ത ഒഴിഞ്ഞ് കിടക്കുന്ന വേക്കൻസികളാണ് ബാക്ക്ലോഗ് വേക്കൻസി. അധികവും റിസർവ്ഡ് വേക്കൻസിയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കിവിടെ കാണാം OBCൻ്റെയും SC/STൻ്റെ ഒക്കെയാണ് വേക്കൻസി. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് രണ്ടിലേക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ ആകെ മൊത്തം നിങ്ങൾക്കാണ് 153 വേക്കൻസി ഈ പറയുന്ന MSW കുക്കിൽ വന്നിട്ടുണ്ട്. അതിൽ ജനറൽ OBC SC/STൻ്റെ ഒക്കെ അത്യാവശ്യം വേക്കൻസികളുണ്ട്. നിങ്ങൾ നോക്കാം. ഇനി നിങ്ങൾ മെയ്സൺ ആണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ടോട്ടൽ 172 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് സ്മിത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് 75 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ദെൻ മെസ് വെയിറ്റർ ആണെങ്കിൽ 11 വേക്കൻസി. ഇങ്ങനെ 411 വേക്കൻസിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാം, എന്നാലേ അതിൽ കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം അവിടെയും ഇവിടെയും തൊടാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും നമ്മുടെ ചാനലിൻ്റെ ഒരു ഇംപ്രഷൻ അത് ബാധിക്കും. കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവായുള്ള രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ മുഴുവൻ കടന്ന് നമ്മൾ അതിൻ്റെ ലൈവ് ഉണ്ട്, അതിൽ നിങ്ങളെല്ലാവരും മാക്സിമം വരും കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. ഓൺലൈൻ ഇതിലേക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 11 മുതലാണ്. അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് 24 ഫെബ്രുവരി സമയമുണ്ട്. നിങ്ങൾക്ക് പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ 24 ഫെബ്രുവരി ആണ് എന്നുള്ളതാണ് ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 24 ഫെബ്രുവരി. ഇനി നമ്മൾ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാറിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ മാർച്ച് 11 വരെ അവർക്ക് സമയമുണ്ട്. ഓക്കെ, അതുപോലെ ഇങ്ങനെയുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇവിടെ ഉള്ളവർക്കൊക്കെ മാർച്ച് 11 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോൾ കേരളത്തിലുള്ള നമ്മുടെ ഡേറ്റാണ് ഞാൻ പറയുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 24 ആണ് ഫെബ്രുവരി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ലക്ഷദ്വീപ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് 11 മാർച്ച് വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡമാനിലൊക്കെ ഉള്ളവർക്ക്. ഇനി ഇതിൻ്റെ എന്താണ് ഏജ് ലിമിറ്റാണ്. മിനിമം ഏജ് 18ഉം മാക്സിമം 25 വയസ്സ് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ അവർക്ക് 10 മുതൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ ഇയറിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ ജനിച്ചിരിക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്തിൽ ഇഷ്യൂസ് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതിൻ്റെ ഉള്ളിലായിരിക്കണം ജയിച്ചിരിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കിവിടെ ഇതിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ അവസാനം ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ, നമുക്കിതിൽ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്, അതൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ പറയാം കേട്ടോ. എല്ലാം നമ്മൾ കവർ ചെയ്യും. പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം പറയുന്നുണ്ട്. ആദ്യം നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ വരാം.
അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ജനറൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യം നമുക്ക് ക്വാളിഫിക്കേഷൻ കുറേ അടിയിലായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ കുക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഞാൻ പറയുന്നത് നിങ്ങളിവിടെ കേട്ടിരിക്കുക 10ാം ക്ലാസ് ആണ്. ജസ്റ്റ് SSLC നിങ്ങൾ പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ സർട്ടിഫിക്കറ്റോ വേറെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അതിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പോൾ ഇത് ഒരു എക്സ്പെക്റ്റഡ് വേക്കൻസി ആണ്, വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേക്കൻസിയുടെ എണ്ണം നോക്കണ്ട, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടോ അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് SSLC പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ സർട്ടിഫിക്കറ്റോ ഒരു എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ 2, 3, 4 ഇതൊന്നുമില്ല. ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൊഫഷൻസി ടെസ്റ്റ്, അതായത് നമ്മുടെ ട്രേഡ് ടെസ്റ്റ്, അതായത് കുക്ക് ചെയ്യാൻ അറിയണമല്ലോ. ജസ്റ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ അറിയോ, എന്തെങ്കിലും നമുക്കൊരു ടാസ്ക് തരും, അത് നമുക്ക് എന്താണ് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ കുക്കിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിലർക്ക് എളുപ്പമായിരിക്കാം, ചിലർക്ക് പ്രയാസം ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പ്രിപ്പയർ ചെയ്ത് പഠിച്ചൊക്കെ പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യം. അതല്ലാതെ അതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് ക്വാളിഫൈ ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് ആ ഒരു കുക്കിങ്ങിൽ അറിയോ എന്നുള്ളത് ഒരു ടെസ്റ്റ് ഉണ്ടാവും, അത് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടി വരും. അത് നമ്മൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എക്സാം എഴുതിന് ശേഷമുള്ള സംഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊഫഷൻസി ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടാനുണ്ടായ ഒരു ഇത്ര കിലോമീറ്റർ എന്നുള്ളത് അത് ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡും മെഡിക്കൽ സ്റ്റാൻഡേർഡും ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. കാരണം അത് വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് സാധാരണ ഡിഫൻസ് എക്സാമിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അത്രയൊന്നും വേണ്ട. വളരെ കുറഞ്ഞ ഹൈറ്റും വെയ്റ്റും ചെസ്റ്റൊക്കെ മതി. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ അവസാനം പറയാമെന്ന് പറഞ്ഞത്. കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ അതെല്ലാ പോസ്റ്റിലേക്കും കോമൺ ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാകുന്ന കുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ നമ്മളതിന് ഔട്ടായി പോകും. അതാണ് സംഭവം. ഓക്കെ, ഇനി അടുത്തത് മെയ്സൺ ആണ്. മെയ്സണിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് മാത്രം പോരാ. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, മെയ്സണിലേക്ക് നിങ്ങൾക്ക് SSLC വേണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, ITI സർട്ടിഫിക്കറ്റോ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. അതായത് ഒന്നെങ്കിൽ ഇതായി പറഞ്ഞിരിക്കുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ ബ്രിക്ക് മേസണിലോ ഉള്ള ITI സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പറയുന്ന ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് 10ാം ക്ലാസ്സും പ്ലസ് ഈ പറയുന്ന ITI ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബ്രിക്ക് മേസണിലുള്ള. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ അതായത് ഈ പറയുന്ന ITI അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് പാസ്ഡ് സർട്ടിഫിക്കറ്റ് ക്ലാസ് 2 മെയ്സൺ, ഈ പറയുന്ന നമ്മുടെ ഡിഫൻസ് സർവീസ് റെഗുലേഷൻ അനുസരിച്ചുള്ള ഒരു മെയ്സൺ ക്ലാസ് 2 സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കോമൺ ആണ്. നിങ്ങൾക്ക് ഇതിലേക്ക് 10ാം ക്ലാസ് പ്ലസ് ITI ആണ് ഈ പറയുന്നത് ഇത് ഈ മെയ്സണിലേക്ക് അപ്ലൈ ചെയ്യാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഫഷൻസി ടെസ്റ്റ് കാര്യങ്ങളുണ്ടാകും, അതൊക്കെ ക്വാളിഫൈ ചെയ്യണം. നമുക്ക് ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രത്തോളം അറിവുണ്ടെന്നുള്ള ചെക്ക് ചെയ്യാണ്. പിന്നെ നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡും മെഡിക്കൽ ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനെ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഇനി MSW നിങ്ങൾക്കിവിടെ കാണാം ബ്ലാക്ക് സ്മിത്ത് ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം പോരാ. ഓക്കെ, ഇതിലേക്ക് 10ാം ക്ലാസ്സും വേണം. അതിൻ്റെ കൂടെ പ്ലസ് നിങ്ങൾക്ക് ബ്ലാക്ക് സ്മിത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർജ് ടെക്നോളജിയിലോ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ടെക്നോളജിയിലോ അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കറിലോ ഉള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SSLC പ്ലസ് ITI ആണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, വേറെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ പാസ്ഡ് ക്ലാസ് 2 കോഴ്സ് ഓഫ് ഫോർ ബ്ലാക്ക് സ്മിത്ത് ഈ പറയുന്ന ഡിഫൻസ് റെഗുലേഷൻ അനുസരിച്ചുള്ള എന്താണ് ക്ലാസ് 2 ബ്ലാക്ക് സ്മിത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഓക്കെ. അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതും ബാധകമാണ്. നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാകും, അത് ക്വാളിഫൈ ചെയ്യണം ബ്ലാക്ക് സ്മിത്തുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഉണ്ടാവും, അതൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പ്ലസ് ITI ആണ്. ഇനി നിങ്ങൾക്ക് മെസ് വെയ്റ്ററിൽ 10ാം ക്ലാസ് മാത്രം മതി. ഇതിലേക്കും 10ാം ക്ലാസ് മാത്രം മതി, SSLC മാത്രം മതി, ITIയുടെ ആവശ്യമില്ല. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ അതൊക്കെ സിമ്പിളായിരിക്കും ഈ പറയുന്ന മെസ് വെയ്റ്ററൊക്കെ അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ പറയുന്ന ക്വാളിഫൈ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങളത് ക്വാളിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്ന മെസ് വെയ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മുടെ കുക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് ആണ്. ബാക്കി 2 പോസ്റ്റിലേക്കും 10ാം ക്ലാസ് പ്ലസ് ITI നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക, എന്നിട്ട് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ വീഡിയോ കാണുക. എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആട്ടെന്നുള്ള ലെവലിൽ നിങ്ങൾ ഷെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണെങ്കിലും പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണെങ്കിലും റിട്ടൺ ടെസ്റ്റ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പൂനെയിൽ വെച്ചായിരിക്കും കേട്ടോ. ഇതാണ് അഡ്രസ്സ്.
ഇവിടെ വെച്ചായിരിക്കും GREFൻ്റെ സെൻട്രൽ പൂനെയിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. കേരളത്തിലൊന്നും ടെസ്റ്റ് സെൻറ്ററോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ജോലിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ പറ്റുമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, കാരണം നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടരുത്. ഏജ് ലിമിറ്റ് എന്നൊക്കെ പറയുന്ന എല്ലാ പോസ്റ്റിനുള്ളതാണ്. നമ്മൾ അടുത്ത വർഷത്തേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഏജ് കൊണ്ട് നമ്മൾ എലിജിബിൾ അല്ലാത്ത അവസ്ഥ വരും. അതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരിക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ ഞാനൊരു അപേക്ഷാ ഫോം കാണിച്ചു. ആ അപേക്ഷാ ഫോം അത് ഞാൻ വീഡിയോയുടെ അവസാനം കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വൈസ് അങ്ങനെ പറഞ്ഞു പോവാണ്. അപേക്ഷാ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്തിട്ട് ഇതാണ് അഡ്രസ്സ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഞാനിവിടെ ഒരു പിങ്ക് കളറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദ കമാൻഡൻ്റ് എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാം. ഈ പറയുന്ന GREF സെൻറ്റർ നിൽക്കുന്ന ഡിഗി ക്യാമ്പ് പൂനെ പിൻകോഡ് സഹിതം 411015. ഇത് നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടാണ് അയക്കേണ്ടത്. നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ടല്ല, രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി. ഈ ഒരു അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇതാണ് ഫുൾ അഡ്രസ്സ്. ഓക്കെ, ഈ അഡ്രസ്സാണ്. ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മുടെ ആവശ്യമായുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും വേണം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു അപേക്ഷാ ഫോം ഇതിൽ കാണിച്ചു. അപേക്ഷാ ഫോം നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടത് സാധാ ഒരു A4-ലല്ല എടുക്കേണ്ടത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അവർ, മിനിമം ഒരു നല്ല ക്വാളിറ്റി ഉള്ള 75 GSM മിനിമം, അതിൽ കൂടിയാലും കുഴപ്പമില്ല, മിനിമം 75 GSM എങ്കിലും വേണം. GSM ഉള്ള A4 ഷീറ്റ് അല്ല. ഇവിടെ നിങ്ങൾക്ക് ബോണ്ട് പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഒരു വാട്ടർമാർക്കൊക്കെ ഉണ്ടാവും, അതിൻ്റെ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള, അതിൻ്റെ കളറിലൊക്കെ ചെറിയൊരു വേരിയേഷൻ വരും. പ്യുവർ വൈറ്റ് അല്ല എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എന്താണ് ബോണ്ട് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഏതൊരു A4 ഷീറ്റ് വിൽക്കുന്ന ഷോപ്പിൽ പോവുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുന്നവർക്ക് പോയി പറയാം 75 GSM-ലുള്ള ബോണ്ട് പേപ്പറിലാണ് നിങ്ങൾ ഈ അപേക്ഷാ ഫോം പ്രിൻ്റ് എടുക്കേണ്ടത്. അപേക്ഷാ ഫോം ഞാൻ കാണിച്ചു നേരത്തെ. ഇതാണ് അപേക്ഷാ ഫോം. ഇതാണ് അപേക്ഷാ ഫോം. ഓക്കെ, ഇപ്പോൾ നല്ല ക്ലിയറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. 2 പേജ് ഉണ്ട്, 3 പേജ് വരുന്നുണ്ട്. 3 പിന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് 4 പേജ്. ഓക്കെ, 4 പേജ് നമുക്ക് പ്രിൻ്റ് എടുക്കാണ്ട്. അപ്പോൾ ഈ 4 പേജ് നിങ്ങൾ ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ എടുക്കാൻ പാടില്ല കേട്ടോ. ഓരോ പേജ് എന്ത് ചെയ്യുക, ഒരു വശത്ത് മാത്രം എടുക്കുക. അതിൻ്റെ മറുവശത്ത് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തുമ്പോൾ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 1 സൈഡ് ഓൺലി എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബോണ്ട് പേപ്പർ വാങ്ങുക, എന്നിട്ട് അതിൽ പ്രിൻ്റ് എടുക്കുക. അതിൻ്റെ ഒരു സൈഡ് മാത്രം പ്രിൻ്റ് എടുക്കുക, മറ്റേ സൈഡ് ബ്ലാങ്ക് ആക്കി വിടുക. എന്നിട്ട് അങ്ങനത്തെ 4 പേപ്പർ ഓളം നമുക്ക് ആവശ്യം വരും. അത് നിങ്ങൾ അങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് 75 GSM ഉണ്ടായിരിക്കണം. അതിൻ്റെ തിക്നെസ് ആണ് ഇവിടെ പറയുന്നത്. A4 സൈസ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അപേക്ഷ തയ്യാറാക്കി കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്കുള്ള റിട്ടൺ എക്സാമിനേഷൻ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതുപോലെ പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഇനി മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കലി നമ്മൾ ഫിറ്റ് ഓർ അൺഫിറ്റ് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ഇതിൻ്റെയൊക്കെ അഡ്മിറ്റ് കാർഡ് നമുക്ക് വരുന്നത് ഒന്നെങ്കിൽ പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ മെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. അഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ പ്രോപ്പറായുള്ള അഡ്രസ്സ് കൊടുക്കുക. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആദ്യം വരുന്നത് ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷനാണ്. റിട്ടൺ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. അതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. കൂടുതൽ മാർക്കൊന്നും അതിൽ വാങ്ങേണ്ട. ജസ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടാകും, അത് നമ്മൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അതിനനുസരിച്ച് ക്വാളിഫൈ ചെയ്താൽ പിന്നെ മെഡിക്കൽ ടെസ്റ്റിലേക്കാണ് നമ്മൾ വിടുക. അതിന് SC/ST OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റും ഈ അപേക്ഷയുടെ കൂടെ എന്ത് ചെയ്യണം, അതിൻ്റെ ഫോട്ടോ കോപ്പി അവർ അയച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ ആ റിസർവേഷനും റിലാക്സേഷനൊക്കെ അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി OBC ആണെങ്കിൽ OBC NCL നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ OMR ബേസ്, ഒബ്ജക്റ്റീവ് പാർട്ട് ഉണ്ടായിരിക്കും ഇതിൽ, അത് OMR ബേസിലും. ഇനി സബ്ജക്റ്റീവ് പാർട്ടുള്ള ഭാഗമുണ്ട്, അത് നിങ്ങൾക്ക് ഒരു ആൻസർ ഷീറ്റ് തരും, അതിലാണ് നിങ്ങൾ എഴുതേണ്ടി വരിക കേട്ടോ. ഓക്കെ, ഇനി ഇതിനൊരു വെയിറ്റേജ് ഉണ്ട്. വെയിറ്റേജ് എന്തിനാന്ന് വെച്ചാൽ, നമുക്കിപ്പം നമ്മൾ കുറേ അപേക്ഷകൾ കൊടുത്തു. ഓക്കെ, നമ്മൾ കുറേ അപേക്ഷകൾ വന്നു, ലക്ഷക്കണക്കിന് അപേക്ഷകൾ വന്നു, അല്ലെങ്കിൽ ആയിരക്കണക്കിന് അപേക്ഷകൾ വന്നു വിചാരിക്കുക. ഈ അപേക്ഷകൾ ഇവർ എല്ലാവർക്കും എക്സാം എഴുതാനുള്ള അവസരം അവിടെ കൊടുക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് അവർക്ക് പോസിബിൾ അല്ല. കാരണം അത്രയും സെൻറ്ററും കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ ഇവർ പറയുന്നത് പൂനെയിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ആളുകളെ ആയിരിക്കും ഇതിലേക്ക് ഇവർ സെലക്ട് ചെയ്യുക. അങ്ങനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനില്ല, 10ാം ക്ലാസ്സിൽ കിട്ടിയിരിക്കുന്ന മാർക്കൊക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളവരെന്ത് ചെയ്യും, അവർ വേഗം വിളിക്കും. അപ്പോൾ അല്ലാത്തവരും അപ്ലൈ ചെയ്ത് നോക്കുക. അത് അവർ തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്. ചിലപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്താനൊക്കെ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 70% മാർക്ക് വേണം എന്നാലേ അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നും പറയുന്നില്ല.
നിങ്ങൾ കുറഞ്ഞ മാർക്കുള്ളവർക്കും അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് വലിയ ഫീയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെറിയൊരു എമൗണ്ട് ഫീ വരുന്നുണ്ട്, ചില ആളുകൾക്ക് ഫീ വരുന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ഇനീഷ്യലായിട്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് അവർ തയ്യാറാക്കും ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷന് വേണ്ടിയുള്ള. അങ്ങനെ റിട്ടൺ എക്സാമിനേഷന് വേണ്ടിയുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ NCC B സർട്ടിഫിക്കറ്റും C സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഇവിടെ കാണാം. നിങ്ങൾക്ക് B ആണെങ്കിൽ 5%, C ആണെങ്കിൽ 10%, പിന്നെ GRF അവിടെ വർക്ക് ചെയ്യുന്നവരുടെ റിട്ടയർഡും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ റിട്ടയർഡ് അവരുടെ മക്കൾക്കും അതുപോലെ ഈ പറയുന്ന മറ്റു എന്താണ് നമ്മളെ എക്സ് സർവീസ്മാൻ്റെ മക്കൾക്കും അങ്ങനെയൊക്കെ കുറച്ച് ഈ പറയുന്ന വെയിറ്റേജ് വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രോപ്പറായുള്ള ഡോക്യുമെൻസും കൂടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന പെർസെൻറ്റേജ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 70% SSLC പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്നത്, SSLC മാർക്ക് കിട്ടിയിരിക്കുന്നത് വിചാരിക്കാം. ഇപ്പോൾ IT ആണെങ്കിൽ IT എത്ര, ഏതാണ് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വെച്ചാൽ അതിൻ്റെ പെർസെൻറ്റേജ് അവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ 70%, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ NCC B സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. B സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ +5 പാടെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എത്ര ശതമാനമായി? 75%. അപ്പം നിങ്ങൾക്ക് 75% ഉള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, 75-ൻ്റെ അങ്ങോട്ടാണ് ഇവർ കോൾ ലെറ്റർ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ ഒരു എക്സാമ്പിളാണ് പറയുന്നത്, അങ്ങനെയല്ല വിചാരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി വരികയാണ്, ഈ ബോണസ് മാർക്ക് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതല്ലാതെ നമുക്ക് എന്താണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ എക്സാം എഴുതി നമ്മൾ മാർക്ക് വാങ്ങുന്നതിലോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഭാഗത്തോ ഒന്നും ഈ വെയിറ്റേജ് കൂട്ടുന്നില്ല. ഇത് ഇനീഷ്യലായിട്ട് നമുക്ക് കോൾ ലെറ്റർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വെയിറ്റേജ് കൂട്ടുന്നത്, നിങ്ങൾ മനസ്സിലാക്കി വെക്കട്ടോ. അല്ലാതെ നമുക്ക് മറ്റു റിക്രൂട്ട്മെൻറ്റിൻ്റെ മറ്റു പ്രോസസ്സിലോ മറ്റു ഏതെങ്കിലും മേഖലയിലൊന്നും ഈ മാർക്ക് നമുക്ക് ഒരു ബെനിഫിറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടില്ല. നമുക്കിത് ഒറ്റ ടൈമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മൾ കുറേ അപേക്ഷകൾ കൊടുക്കുന്നു, എല്ലാവരും അപേക്ഷകൾ കൊടുക്കുന്നു. ആ അപേക്ഷകളിൽ അവരെന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അതിലെന്താണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ള ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 80% SSLCക്ക് കിട്ടിയിരിക്കുക. ഇപ്പം NCC C സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 10% അതിൻ്റെ ഉണ്ടോ, അങ്ങനെ ടോട്ടൽ നിങ്ങളുടെ ശതമാനം 90 വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണ് ആ ഒരു വെയിറ്റേജ് അതിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട ലിങ്കൊക്കെ ഞാൻ തരാം. നമുക്ക് EWS അതുപോലെ എക്സ് സർവീസ്മാൻ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിലും 50 രൂപ ഫീ അടയ്ക്കണം. അത് നമ്മൾ SBI കളക്റ്റിലൂടെ ഓൺലൈനായിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ATM കാർഡ്, ഏത് ബാങ്കിൻ്റെ ATM കാർഡ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫീ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാം. അതുപോലെ ഇതിലേക്ക് SC/ST കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല, PWD കാൻഡിഡേറ്റ്സിനും യാതൊരുവിധ ഫീസും ഇല്ല കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഫോട്ടോ ഒക്കെ ഒട്ടിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ ഒട്ടിക്കണം. നീറ്റായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഒട്ടിക്കുക. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 1 മാസത്തിൻ്റെ ഉള്ളിലെടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡിൽ ഒരു ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. സെയിം ഫോട്ടോ പോലെ തന്നെ അവരുടെ സെയിം ഫോട്ടോ നമ്മൾ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കണം. അഡ്മിറ്റ് കാർഡ് ഇതിലുണ്ട്, അത് ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ മിനിമം നമ്മുടെ 8 കോപ്പിയെങ്കിലും നമ്മൾ എടുത്ത് വെക്കുക നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോപ്പി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, ആവശ്യം വരുമ്പോൾ എടുക്കാൻ. കാരണം പിന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെ മറ്റു പ്രോസസ്സിൽ നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ ഫോട്ടോ ആവശ്യപ്പെടും. അപ്പോൾ ഇതേ സെയിം ഫോട്ടോ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പം കുക്കും അതുപോലെ എന്താണ് വെയിറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, 2 SSLC ആണ് യോഗ്യത. അപ്പോൾ 2 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, 2 പോസ്റ്റൽ കവർ വാങ്ങണം, 2 ഫോം എടുക്കണം. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അതല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഒരൊറ്റ ആപ്ലിക്കേഷനിൽ കൊടുക്കാൻ പറ്റില്ല. ഇനി ഫീ അടയ്ക്കേണ്ടവരാണെങ്കിൽ 2 സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം. ഓക്കെ, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പോസ്റ്റൽ കവർ വാങ്ങിയിട്ട് വേണം നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം. സെപ്പറേറ്റ് ഡോക്യുമെൻറ്റ്സ് വേണം, സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വേണം, സെപ്പറേറ്റ് ഫീ വേണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവർ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കണ്ടീഷൻ ആണെങ്കിലും റിട്ടൺ ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതുപോലെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഒക്കെ അവർ തീരുമാനിക്കുന്ന പോലെയാണ്. ചിലപ്പോൾ എല്ലാ പോസ്റ്റിലും ഒരേ സമയത്താവും. അങ്ങനെ ആകുമ്പോൾ ഒക്കെ ചിലപ്പോൾ നമ്മൾ പെടും. എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിടാം എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഒന്നാമത്തേത് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഫോർ പ്രൂഫ് ഓഫ് റെസിഡൻസ് ആണ്. ഇത് നമ്മൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ID കാർഡ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ചാൽ മതി, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കേണ്ട. അതുപോലെ തന്നെ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, അത് നമ്മുടെ SSLC IT ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് അതിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി നമുക്ക് SSLC സർട്ടിഫിക്കറ്റ് മതി. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC/ST OBC EWS ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുക. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ പോസ്റ്റലായിട്ട് കവറിലിട്ട് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യാം. അതിന് യാതൊരു നിർബന്ധവുമില്ല, നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി. കണ്ടോ,
ഇവിടെ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഗസറ്റഡ് ഓഫീസർ അതല്ലെങ്കിൽ സെൽഫ് അറ്റസ്റ്റ് കേട്ടോ. അപ്പോൾ ഗസറ്റഡ് ഓഫീസറെ പിറകെ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ എന്ത് ചെയ്താൽ മതി, അറ്റസ്റ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഒരു പോസ്റ്റൽ കവർ എടുത്ത് അയച്ചു കൊടുക്കുകയാണെന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ അപ്ലിക്കേഷൻ്റെ ഒരു ചെറിയൊരു രൂപം ഒന്ന് വിവരിക്കാം. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം നിങ്ങൾക്ക്. ആദ്യം ഇതാണ് ആപ്ലിക്കേഷൻ ഫോം, പേജ് നമ്പർ 1, ഇത് പ്രിൻ്റ് എടുക്കണം. ഓക്കെ, ഇത് ഫില്ല് ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. ആദ്യം നമ്മൾ അയച്ചു കൊടുക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തെ പേജ് നമ്പർ, രണ്ടാമത്തെ അല്ല, നോക്കട്ടെ വേണ്ട, പേജ് നമ്പർ 1 നിങ്ങൾക്കിവിടെ കാണാം, പേജ് നമ്പർ 2, ഓക്കെ, പേജ് നമ്പർ 3, ഓക്കെ, പേജ് നമ്പർ 4. പേജ് നമ്പർ 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ സൈൻ ചെയ്യണം. അതൊക്കെ ഞാൻ പറയാം എവിടേക്കാണ് സൈൻ ചെയ്യേണ്ടതെന്ന്. ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതെല്ലാം ഫില്ല് ചെയ്ത് ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യാം. അങ്ങനെ സൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു A4 സൈസിൻ്റെ ഒക്കെ വലുപ്പമുള്ള ഒരു എന്താണ് എൻവലപ്പ് വാങ്ങുക, കുറച്ച് വീതിയും നീളമൊക്കെ ഉള്ള ഒരു എൻവലപ്പ് വാങ്ങുക. ഈ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റൽ കവറിലേക്ക് നമ്മുടെ ഫില്ല് ചെയ്ത അപ്ലിക്കേഷൻ ഫോം, നമ്മുടെ അഡ്മിറ്റ് കാർഡ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ വെക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഈ പോസ്റ്റൽ കവറിലേക്ക് ഇടാം. ഓക്കെ, ഈ പോസ്റ്റൽ കവറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഒട്ടിക്കാം. ഈ പോസ്റ്റൽ കവർ സീൽ ചെയ്യാം. ഓക്കെ, ഇത് സീൽ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വാചകങ്ങൾ എഴുതാൻ മറക്കരുത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്കിവിടെ കാണാം അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, നിങ്ങൾക്കിവിടെ കാണാം അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എഴുതാൻ നിങ്ങളിതാ ഈ വാചകം അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതാണ്, കുക്ക് ആണെങ്കിൽ കുക്ക് എന്ന് എഴുതാം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റഗറി എന്ന് എഴുതാം. കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, ജസ്റ്റ് ഈ വാചകം കാണാം. ഇതുപോലെ നിങ്ങൾ എഴുതാം അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എഴുതാം. എന്നിട്ട് അവിടെ കാണാം നിങ്ങൾക്ക് കാറ്റഗറിയിൽ നിങ്ങൾ ജനറലാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ജനറൽ, ഇനി SC/ST ആണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ SC/ST, ഏതാച്ചും നിങ്ങൾ ഏതാ വെക്കുന്ന വെച്ചാൽ നിങ്ങൾ അത് വെക്കുക. എല്ലാം കൂടെ എഴുതണ്ട. PWD ആണെങ്കിൽ PWD, എക്സ് സർവീസിനാണ് എക്സ് സർവീസ്മാൻ, ദെൻ CPL ആണ് CPL, എന്താ വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്യാം. ഇനി ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കോമ ഇടുക, ജസ്റ്റ് ഇവിടെ കോമ ഇടുക. എന്നിട്ട് ഇവിടെ അതിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് ഇതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതാം കേട്ടോ. നിങ്ങൾ സ്മോൾ ലെറ്ററിൽ എഴുതണ്ട, എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതാം. ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്ത് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്ററിൽ കൊടുത്ത് സ്മോൾ ലെറ്റർ, ആ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതേപോലെ എഴുതാം. വെയിറ്റേജ് പെർസെൻറ്റേജ് ഇൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്നും പാട് ഇതിൻ്റെ കൂടെ എഴുതാം. ഓക്കെ, വെയിറ്റേജ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക് വെയിറ്റേജ്, ഓക്കെ, വെയിറ്റേജ് പെർസെൻറ്റേജിൻ്റെ കൂടെ നിങ്ങൾ സെൻറ്റൻസായി എഴുതാം. ഇൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇട്ട് ഡാഷ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ SSLCയിൽ 80% മാർക്ക് കിട്ടുന്നതായിരിക്കും. SSLC കുക്കിലേക്കാണ് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അയച്ചാൽ 80 ആണെങ്കിൽ 80 ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ മേസണിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ IT ആണ്, നിങ്ങൾക്ക് 90% കിട്ടി 90 ഇട്ട് കൊടുക്കുക. വേറെ കണ്ടീഷൻ കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് വെയിറ്റേജ് മാർക്ക്, ഇപ്പോൾ NCC B സർട്ടിഫിക്കറ്റും C സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ എക്സോയിസിൻ്റെ മക്കളോ അല്ലെങ്കിൽ GRFൽ വർക്ക് ചെയ്തിട്ട് മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ആ വെയിറ്റേജും പാടെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് പാടെ പ്ലസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ SSLCയുടെ സർട്ടിഫിക്കറ്റ് 70% ഇരിക്കുക, 70% പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ NCC C സർട്ടിഫിക്കറ്റ് ഉണ്ട് 10% ഞാൻ ആഡ് ചെയ്യണം. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ സമന്നിട്ടിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ 80% ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് യാതൊരുവിധ വെയിറ്റേജോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ യഥാർത്ഥ ക്വാളിഫിക്കേഷൻ, അതായത് ഈ പറയുന്ന SSLC അല്ലെങ്കിൽ IT എന്താണോ അതിൻ്റെ ആ പെർസെൻറ്റേജ് മാത്രം ഇവിടെ കൊടുത്താൽ മതി, വെയിറ്റേജ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട. വെയിറ്റേജ് ഉള്ളവർ എന്ത് ചെയ്യണം, പ്ലസ് എന്നിട്ട് എത്ര ശതമാനമാണ് വെയിറ്റേജ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് വെച്ചാൽ അത് ഇടുക, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിലിടണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇത് സമന്നിട്ടിട്ട് നിങ്ങൾ എത്രയാണ് ടോട്ടൽ എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവർ ഇതിലേക്ക് നമുക്ക് എന്താണ് ഒരു ഫ്രീ എൻവലപ്പ് ഇതിലേക്ക് ഇടാനൊന്നും അവർ പറയുന്നില്ല, നോട്ടിഫിക്കേഷനിൽ അത് കാണുന്നില്ല. എങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു എൻവലപ്പ് സെൽഫ് അഡ്രസ്സ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഈ മേ ബി അവർ ബൈ പോസ്റ്റ് ആയിട്ടാണ് അയക്കുന്നതെങ്കിൽ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അവർ 50 രൂപ സർവീസ് ചാർജ് ആയിട്ട് വാങ്ങുന്നത്. കാരണം പോസ്റ്റലായിട്ട് അയക്കുകയാണെങ്കിൽ അതിനുള്ള കോസ്റ്റ് അവർ ഓൾറെഡി നമ്മളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മേ ബി അങ്ങനെ ആയിരിക്കാം. എങ്കിലും ഇപ്പം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ, ഇപ്പം നമുക്കിതിൽ നോട്ടിഫിക്കേഷനിൽ എവിടെയായിട്ടും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഒരിക്കലും ഗ്യാരണ്ടി വരാനും പറ്റില്ല. മീൻസ് അവർ പറയുന്ന കാര്യങ്ങളോ അതുപോലെ ചെയ്താൽ മതി നമ്മൾ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ കമൻറ്റ് വരാറുണ്ട്, അതുകൊണ്ടാണ് അത് ചുരുക്കി പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വേണമെങ്കിൽ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മളോട് 50 രൂപയുടെ വാങ്ങുന്നത് കൊണ്ട് അവരെന്നെ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്ത് അവരതിനനുസരിച്ച് ഇങ്ങോട്ട് അയക്കുന്നുള്ളതാണ്. മീൻസ് സ്റ്റാമ്പിന് എത്രയാണ് എമൗണ്ട് വെച്ചാൽ അത് കൊടുത്ത് അവരിങ്ങോട്ട് അയക്കേണ്ടതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു വശം വരുന്നത്. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ.
വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൽഫ് അഡ്രസ്സ് ചെയ്തൊരു എൻവലപ്പ് ആണെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിർബന്ധമില്ല. ചിലപ്പോൾ മെയിലായിട്ടായിരിക്കും നമുക്കിത് വരിക, അത് കോപ്പി എടുക്കുന്ന അവസ്ഥയ്ക്കായിരിക്കും. 2 രീതിയിലാണ് അവർ പറയുന്നത്. മേ ബി പോസ്റ്റലായിട്ടും വരാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ നമ്മൾ പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കേണ്ട കാര്യം. പിന്നെ അതിലേക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഈ ഫോം ഫില്ല് ചെയ്യേണ്ട മുമ്പാടുണ്ട്, അത് ലാസ്റ്റ് ഞാനൊന്ന് പറയാം. അതായത് നമ്മൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഇതിലേക്ക് വിഷ്വൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഇതാ ഇവിടെ പറയുന്നത് നമുക്ക് 6/12 മാക്സിമം പറയുന്നത് കേട്ടോ. 6/12 ആണ് ഓരോ കണ്ണിനും. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റേക്ക് 6/6ഉം ലെഫ്റ്റിന് എന്താണ് 6/24 ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് കറക്റ്റീവ് സ്പെക്ടക്കിൾസ് ആർ പെർമിറ്റഡ് ഡ്യൂറിങ് ദ വിഷ്വൽ ടെസ്റ്റ്. അപ്പോൾ വിഷ്വൽ ടെസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണട വെച്ചിട്ടാണെങ്കിലും എന്താണ് ഈ പറയുന്ന ആ റേഞ്ചിലേക്ക് വന്നാൽ മതി. അതല്ലാതെ എന്താണ് ഭയങ്കരമായിട്ട് 6/6 തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ കണ്ണട വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന വിഷൻ ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. കണ്ണട പെർമിറ്റ് ചെയ്യുമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് വിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എൻ്റെ പേ സ്കെയിലാണ്. പേ സ്കെയിലും കൂടെ കാണാൻ പറ്റും. 5200 മുതൽ 20,200 ആണ് വരുന്നത്. അങ്ങനെ ഓരോ പോസ്റ്റിനും എല്ലാത്തിനും സെയിം സ്കെയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. പേ സ്കെയിൽ പേ ലെവൽ 1 ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, എല്ലാ പോസ്റ്റിനും നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് 1 മൈൽ റൺ, 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ നിങ്ങൾക്ക് ഓടാനുണ്ടാകുക. ആ 1.6 കിലോമീറ്റർ നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ഓടി എത്തിയാൽ മതി കേട്ടോ ആ ടൈമിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്യേണ്ടി വരും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരള നിങ്ങൾക്കൂടെ കാണാം, കർണാടക, തമിഴ്നാട്, കേരളമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. വലിയ ഹൈറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ചെസ്റ്റ് മിനിമം നമുക്ക് 75 സെൻറ്റിമീറ്റർ മതി. എക്സ്പാൻഡ് കണ്ടീഷൻ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ കൂടെ വേണം കേട്ടോ. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. വെയിറ്റ് നമുക്കൊരു ആവറേജ് നമുക്ക് ഈ പറയുന്ന 50 കിലോഗ്രാംസ് വേണമെന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന ഓക്കെ ചില പ്രദേശങ്ങളിലൊക്കെ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട് കേട്ടോ ഹൈറ്റിൽ. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഉള്ളവർക്കും കർണാടക, തമിഴ്നാടൊക്കെയാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ മതി എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളതെന്ത് ചെയ്യുക നോക്കിയിട്ട് ഇതാക്കുക. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ GeoCL EduLand എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇതിലേക്ക് വെബ്സൈറ്റിൽ കയറി താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ ലേറ്റസ്റ്റ് ജോബ്സിലും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലും ഡിഫൻസ് ജോബ്സിലും ഒക്കെ ഞാനിത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും BRO MSW റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു February 24 വരെയാണ്. അപ്പോൾ ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ കണ്ട് കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇത് ഉണ്ടാവില്ല. ഇതിന്ന് താഴോട്ട് പോയി എന്ത് ചെയ്യും, ഇത് ഇവിടുന്ന് അപ്രത്യക്ഷമാകും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇവിടെ റീഡ് മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അടുത്ത പേജിലേക്ക് പോയിട്ട് അത് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ സെർച്ച് ചെയ്യാനുള്ള സെർച്ച് ടൂൾ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് BRO MSW എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. അവിടെ BRO MSW എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ താഴെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഈ അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാണിക്കാൻ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഡൗൺലോഡ് ആകുന്നത്. നോട്ടിഫിക്കേഷനിൽ തന്നെയാണ് അപ്ലിക്കേഷൻ ഫോം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ ആ പേജ് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ പ്രിൻ്റ് എടുത്താൽ മതി. എല്ലാത്തിലേക്കും പോയി പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്ലിക്കേഷൻ ഫോം മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇതാണ് അപ്ലിക്കേഷൻ ഫോം ലോഡായിട്ട് വരും. അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യണം. പേജ് നമ്പർ ഏകദേശം 4 മുതലാണ് അപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ഫീൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതൊന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് ഫീൻ്റെ ഇതിലേക്ക് വരാം. അപ്പോൾ അപ്ലിക്കേഷൻ ഫോമിൽ പ്രത്യേകമായിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് പ്ലീസ് ഫില്ലപ്പ് ദ അപ്ലിക്കേഷൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതായത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ മാത്രം ഉപയോഗിച്ചിട്ട് ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട, അത് ഓഫീസ് യൂസ് ഓൺലിയാണ്. അപ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് A4 സൈസ് 75 GSM ബോണ്ട് പേപ്പറിലായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നെയിം ഓഫ് പോസ്റ്റ്, കുക്ക് ആണെങ്കിൽ കുക്ക്. ദെൻ സീരിയൽ നമ്പർ, പോസ്റ്റിൻ്റെ സീരിയൽ നമ്പർ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് സീരിയൽ നമ്പർ. ഓക്കെ, ഇതാണ് നമ്മുടെ സീരിയൽ നമ്പർ. നിങ്ങൾക്കിവിടെ കാണാം സീരിയൽ നമ്പർ 1. ഇപ്പോൾ കുക്കാണെങ്കിൽ 1 എന്ന് അവിടെ എഴുതി കൊടുക്കുക. MSW മെയ്സൺ ആണെങ്കിൽ 2, അങ്ങനെ എന്താ വെച്ചാൽ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ കുക്കാണെന്ന് വിചാരിക്കാം. കുക്കാണെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്ത് കൊടുക്കണം, 1 എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി. ഓക്കെ, ഏതാണ് നിങ്ങൾ കാറ്റഗറി വെച്ച് ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. OBC ആണെങ്കിൽ OBC, SC ആണെങ്കിൽ SC, ഏതാச்சுം ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലെങ്ത് ഓഫ് സർവീസ് കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒന്നും ചെയ്യേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളതിൻ്റെ അത് ഇട്ട് കൊടുക്കാം, എന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് വെയിറ്റേജ് ആണ്. വെയിറ്റേജ് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു എൻവലപ്പിൻ്റെ മുകളിലും എഴുതി വെക്കുക കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ആ പെർസെൻറ്റേജ് മാത്രം എഴുതിയാൽ മതി. ടോട്ടൽ പെർസെൻറ്റേജ് അതായത് നിങ്ങൾക്ക് 70+ അങ്ങനെ ഇട്ടിട്ട് കൂട്ടി അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം
നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ SSLC എനിക്ക് 80% വിചാരിക്കുക, 80 ഇട്ട് കൊടുക്കുക അവിടെ. എനിക്ക് NCCയുടെ C സർട്ടിഫിക്കറ്റ് ഉണ്ട്, 10% അതിൻ്റെ കിട്ടും. അങ്ങനെ ടോട്ടൽ എത്ര? 90%. ഓക്കെ, ഈ 90% നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് 90% എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ലൈവ് സെഷൻ വെക്കണമെങ്കിൽ നമ്മൾ ചെയ്യാം. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് വെക്കണമെങ്കിൽ നിങ്ങൾ ലൈവ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ അപ്പം തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്തോ നിങ്ങൾ പോസ്റ്റലായിട്ട് അയക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് അങ്ങനെ അനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ടൈം ഫിക്സ് ചെയ്ത് നമുക്ക് വെക്കാം കേട്ടോ. ഓക്കെ, യൂട്യൂബ് ലൈവാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഫേസ്ബുക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സുഖമാണ്. അപ്പോൾ ഫേസ്ബുക്ക് പേജ് നമുക്ക് ഫോളോ ചെയ്യാനുള്ള ലിങ്കൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്തൊന്ന് സെറ്റാക്കി വെക്കാം. നമുക്കത് ത്രൂ ഒക്കെ ലൈവ് പോകാൻ വളരെ എളുപ്പമാണ്. മറ്റേ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ വേണം. യൂട്യൂബിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ലൈവ് പോകുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഫോളോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര പെർസെൻറ്റേജ് എന്നുള്ളവിടെ കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റിൽ അങ്ങനെ മറ്റ് പെർസെൻറ്റേജ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ 80% എനിക്ക് SSLC അതിട്ട് കൊടുക്കുക. ടോട്ടൽ എന്ത് ചെയ്യുക? 80 ഇട്ട് കൊടുക്കുക. ഇവിടെ വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് 0 ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നമ്മളത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ലത്. ഇനി ഇവിടെ നിങ്ങൾക്ക് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണോ എന്നാണ്, അതായത് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യാം. അപ്പോൾ മുസ്ലിം ആണെങ്കിൽ ഇവിടെ യെസ് എന്ന് ടിക്ക് ചെയ്യുക, ക്രിസ്ത്യൻ ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ എന്ന് ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് തന്നെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഇനി നിങ്ങളുടെ പേരാണ് ഇവിടെ ബ്ലോക്ക് ലെറ്ററിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതേപോലെയാണ് എഴുതേണ്ടത്. ആധാറിലെ പേര് പോലെയല്ല 10ാം ക്ലാസ്സിൽ. ഓക്കെ, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ പേര് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഫാദറുടെ പേര് എങ്ങനെയാണോ അതേപോലെ ബ്ലോക്കിൽ, ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് പോലെ എഴുതാം. അടുത്ത പെർമനൻറ്റ് അഡ്രസ്സാണ് നിങ്ങളുടെ SSLC ബുക്കിലൊക്കെ ഉള്ള അഡ്രസ്സാണ് പെർമനൻറ്റ് അഡ്രസ്സ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പം ഈ പറയുന്ന പ്രസൻറ്റ് അഡ്രസ്സ് ഇവിടെ എഴുതി കൊടുക്കണം. പിൻകോഡ് സഹിതം വേണം കേട്ടോ. രണ്ടും പ്രസൻറ്റ് അഡ്രസ്സ് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സാണ് പ്രസൻറ്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ രണ്ട് സെയിം എഴുതി കൊടുത്താൽ മതി. ഇനി അതോടൊപ്പം തന്നെ അപ്ലിക്കേഷൻ ഫീ അടച്ചവരാണെങ്കിൽ അവർ നെയിം ഓഫ് ദ ബാങ്ക്, ഓക്കെ, നമ്മുടെ ബാങ്ക് ഏതാണ്, ഏത് ബാങ്കിൽ നിന്നാണ് നമ്മുടെ എമൗണ്ട് അത് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കാനറ ബാങ്കാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് കാനറ എന്ന് അടിച്ചു കൊടുക്കുക. ദെൻ ഓൺലൈൻ പേയ്മെൻറ്റ് റെഫറൻസ്, നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ അതിലൊരു റെഫറൻസ് നമ്പർ ഉണ്ടാവും, അത് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളിവിടെ എഴുതി കൊടുക്കണം. ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ്, എമൗണ്ട് 50 എന്നുള്ള എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ, അങ്ങനെ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ആണെങ്കിൽ SCSTക്കൊന്നും ഫീ വേണ്ട, PWDക്കും ഫീ വേണ്ട. ബാക്കിയുള്ളവർ അതിൻ്റെ ഒരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചു കൊടുക്കണം കേട്ടോ. റെസിപ്റ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ വെച്ചിട്ട് അയച്ചു കൊടുക്കണം പോസ്റ്റലായിട്ട്. ഇനി 15ാമത്തെ ഒന്നുമില്ല, നിങ്ങളോട് ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് 4ാമത്തെ നോക്കാം ആദ്യം. അതായത് 4ാമത്തിൽ എന്താണെന്ന് വെച്ചാൽ കാറ്റഗറിയാണ്. അപ്പോൾ 4ാമത്തെ ഇവിടെ നോക്കാം. നിങ്ങളുടെ കാറ്റഗറി ഇൻ വിച്ച് അപ്ലൈഡ്, ഏത് കാറ്റഗറിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ എക്സ് സർവീസ്മാൻ്റെ ഇതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് GRF വാർഡിലേക്കാണ്, അതായത് അവരുടെ എംപ്ലോയീസിൻ്റെ മക്കൾക്ക് അങ്ങനെയുള്ളവരാണ് വിചാരിക്കുക. അല്ലെങ്കിൽ PWD ആണ് വിചാരിക്കുക. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ എനിക്ക് മനസ്സിലാണ്ട് PWD ശാരീരികമായ പ്രശ്നങ്ങളാണ് വിചാരിക്കുക. ഇതിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ അത് ടിക്ക് ചെയ്യാം. അത് ടിക്ക് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ 15ാമത്തേൽ നിങ്ങൾക്ക് ഇപ്പം PWDയിൽ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും? SC/ST OBC ഉണ്ടാവും. ഇപ്പോൾ PWDയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കാം. PWDയിൽ SC ആണ് വിചാരിക്കുക. അപ്പോൾ അവർ SC എന്ന് ഇവിടെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, PWD നമ്മൾ നേരത്തെ മുകളിൽ ഏത് വേക്കൻസിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ ശാരീരിക പ്രശ്നങ്ങളുള്ള ആ വേക്കൻസിയിലേക്കാണ് നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് PWD എന്നുള്ള ടിക്ക് ചെയ്യാം. എന്നിട്ട് അതേപോലെയാണ് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ SC ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ SC എന്നുള്ള നിങ്ങളുടെ കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ OBC ആണ്, OBC PWD ആണെങ്കിൽ ഇവിടെ OBC എന്നുള്ള ടിക്ക് നിങ്ങളിവിടെ എഴുതാം. അങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത്. 15. ഇനി അതൊന്നും ബാധകമല്ലാത്തവർ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറി വരുന്നില്ലെങ്കിൽ നിങ്ങളത് ഇവിടെ മൈൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഇത് ബ്ലാങ്ക് ആക്കി വിടാം. ഇതൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ് സർവീസ്മാൻ്റെ ഇതാണെങ്കിൽ യെസ് എന്ന് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, GRF അവരുടെ മക്കളാണെങ്കിൽ യെസ് നോക്കിയാൽ നോ കൊടുക്കുക. ഇങ്ങനെ ആർമി, ഇതൊക്കെ നമുക്ക് NCCB സർട്ടിഫിക്കറ്റ് C ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, സ്പോർട്സ്മാൻ ആണെങ്കിൽ അതിനൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങളിപ്പം ഈ പറയുന്ന സ്പോർട്സ് പേഴ്സൺ ആണ് വിചാരിക്കുക. നിങ്ങൾക്കിവിടെ കാണാം സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സ്റ്റേറ്റ് ലെവൽ ആൻഡ് എബോവ് ആണ് നമ്മൾ പോയിരിക്കുന്നതെങ്കിൽ നമുക്കിവിടെ 1 എന്നുള്ള നമ്പർ ഇട്ട് കൊടുക്കാം. ഇനി ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ നമുക്ക് 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, 2 ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലാണെങ്കിൽ 3 ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു നമ്പർ ഇട്ട് കൊടുക്കണം കേട്ടോ. 1, 2, 3 എന്നുള്ള അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ നമ്മൾ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി.
ഇനി നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് നമ്മൾ 10ാം ക്ലാസ് മുതൽ ഇവിടെ ഫില്ല് ചെയ്യണം. എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ? അങ്ങനെ ഫില്ല് ചെയ്തു SSLC, പാസിംഗ് ഇയർ, ബോർഡർ യൂണിവേഴ്സിറ്റി, സബ്ജക്റ്റ് എന്നുള്ളിടത്ത് മാർക്ക് ഒബ്റ്റൈൻഡ്, ഇത് നമ്മൾ നേടിയ മാർക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സബ്ജക്റ്റ് എന്നുള്ളത് നമ്മളിവിടെ എന്താണ് 10th എന്നുള്ള ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഒരുപാട് സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് എത്ര മാർക്ക് കിട്ടി, ഔട്ട് ഓഫ് എത്രയാണ്, ഇപ്പോൾ 680ലാണ് SSLCയുടെ മാർക്ക് വരുന്നത്. കിട്ടിയ മാർക്ക് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം. അതിന് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഈസി ടൂൾ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈസി ടൂളിൽ ഞാൻ അതിൻ്റെ വീഡിയോസും അതുപോലെ അതിൻ്റെ ടൂളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് ഉണ്ട്, അതിൽ ജസ്റ്റ് ഈസി ടൂൾ ക്ലിക്ക് ചെയ്യാം. ഈസി ടൂൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം SSLC 10th% കാൽക്കുലേറ്റർ ഒന്ന് എടുക്കാം. ഇതിൽ ഞാനൊരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ മാർക്ക്, നമുക്ക് ആവറേജ് മാർക്ക്, ഇതിൽ വീഡിയോ ഉണ്ടായിരുന്നത് പോയോ? ഇല്ല, വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് മാർക്ക് ശതമാനമൊക്കെ കാണാമെന്നുള്ളതാണ്. നമ്മുടെ കിട്ടിയ മാർക്ക് നമുക്ക് ആവറേജ് കാണാൻ പറ്റും. അതാണ് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ കണ്ടിട്ട് മാർക്ക് ഇട്ട് കൊടുക്കാം. ദെൻ അതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കാം. പിന്നെ +2 IT എന്താ വെച്ചാൽ അതിനനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം കേട്ടോ. ഇനി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇയർ ഓഫ് പാസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിവിടെ കൊടുത്താൽ മതി കേട്ടോ. അതുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കാം. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വെക്കുക, എന്ത് കൊടുത്താലും അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലാങ്ക് ആക്കി വിടാം. ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ വെക്കണം. ഇത് നമുക്ക് ബാധകമല്ല. BRൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഉള്ളവരാണ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നിങ്ങളുടെ കോൺടാക്റ്റ് മൊബൈൽ നമ്പറാണ് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ എഴുതാം. ആധാർ കാർഡ് നമ്പർ എഴുതാം. ഓക്കെ, എന്നിട്ട് ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മൾ അറ്റാച്ച് ചെയ്യണം. നിങ്ങളുടെ കോൺടാക്റ്റ് മെയിൽ ID ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. പിന്നെ നമ്മുടെ GeoCell എജുലാൻ്റെ നമ്മുടെ മെയിൽ ID ജിയോ ക്യാപിറ്റലിൽ എഴുതാം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ മൗസ് ഉപയോഗിച്ചിട്ടാണ്, അതാണ് ഇങ്ങനെ GeoCell എന്നുള്ളത് gmail.com എന്നുള്ളത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ അതുപോലെ എഴുതണം, അതല്ലാതെ തെറ്റൊന്നും വരരുത്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, സ്മോൾ ലെറ്ററിൽ എഴുതി പോകരുത്. കാരണം അവർക്ക് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ പറയുന്ന അക്ഷരങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഡിക്ലറേഷനൊക്കെ വായിച്ച് നോക്കുക. നിങ്ങളുടെ പ്രദേശം, ഡേറ്റ്, നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഓക്കെ, നിങ്ങളുടെ ഇടത്തെ തള്ളവിരലിൻ്റെ ഇംപ്രഷൻ ജസ്റ്റ് ഇതിൽ പതിപ്പിക്കുക, നിങ്ങളുടെ സിഗ്നേച്ചർ. ഓക്കെ, ഇതാണ് ഇതിൽ പ്രത്യേകമായിട്ട് വരേണ്ടത്. ഇനി ഇതിൽ നമ്മൾ ഫോട്ടോ ഒട്ടിക്കണം. ഇവിടെയാണ് നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കേണ്ടത്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ, ഇത് നിങ്ങൾ ഈ സൈസിൽ തന്നെ ഒട്ടിക്കാം കേട്ടോ. 4 സെൻറ്റിമീറ്റർ നമുക്ക് വെടുത്തും 5 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോ നമ്മൾ ഒട്ടിക്കുക, കളർ ഫോട്ടോ. നമ്മൾ അത് പിൻ ചെയ്യാനൊന്നും പാടില്ല, ജസ്റ്റ് ഒട്ടിക്കാനേ പാടുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഒരു സൈൻ ഇൻ ചെയ്യുക, ക്രോസ് ആയിട്ട് ഫോട്ടോയിൽ കവർ ചെയ്യുന്ന രീതിയിൽ കേട്ടോ. ഇനി അടുത്ത ഘട്ടം നമ്മുടെ അഡ്മിറ്റ് കാർഡിൻ്റെതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അഡ്മിറ്റ് കാർഡ്. ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസിലും ഇതേപോലെ ഒരു ഫോട്ടോ ഒട്ടിക്കണം. അതേ ഫോട്ടോ ഒട്ടിക്കുക നിങ്ങൾ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ ഒട്ടിക്കണം. അതേപോലെ ഒരു ഫോട്ടോ നമ്മളിവിടെ ഒട്ടിക്കുക. ഓക്കെ, ഇവിടെ അവർ സൈൻ ചെയ്യാനൊന്നും നമ്മളോട് പറയുന്നില്ല, അതുകൊണ്ട് സൈനൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒരു ഫോട്ടോ നിങ്ങളിവിടെ ഒട്ടിക്കുക. നമ്മളോട് ഇവിടെ സൈൻ ചെയ്യാനൊന്നും പറയുന്നില്ല. ഓക്കെ, ഇത് ഓഫീസ് യൂസ് ഓൺലിയാണ്. ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ബ്ലാങ്ക് ആക്കി വിടണം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സൺ ഓഫ് ആരുടെ മകനാണ്, ഹൗസ് നമ്പർ ഓർ ഹൗസ് നെയിം, വില്ലേജ്, നമ്മുടെ താലൂക്ക്, സ്റ്റേറ്റ്, ആധാർ നമ്പർ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി നിങ്ങളിവിടെ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സിഗ്നേച്ചർ നിങ്ങൾ ചെയ്യണം. ഇവിടെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും നിങ്ങൾ ചെയ്യണം. ഇടത്തെ തള്ളവിരലിൻ്റെ തമ്പ് കൊണ്ട് നിങ്ങൾ അതിൻ്റെ മഷി പുരട്ടിയിട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത്, ഫോം അപ്ലൈ ചെയ്യുന്ന, അതായത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇതൊക്കെ നിങ്ങൾ റിട്ടേൺ ടെസ്റ്റിൻ്റെ സമയത്താണ് ഇത് ചെയ്യേണ്ടത്. ഇതിപ്പം ചെയ്യരുത്, ഇതൊക്കെ ബ്ലാങ്ക് ആക്കി വിടാം. റിട്ടേൺ ടെസ്റ്റിൻ്റെ സമയത്താണ് ഇത് ചെയ്യേണ്ടത്. ഇത് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് സൈൻ ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് സൈൻ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒന്നും നിങ്ങൾ ആദ്യം തന്നെ പോയി സൈൻ ചെയ്യരുത്, അത് റിജക്റ്റ് ആവും. അതുപോലെ ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് സൈൻ ചെയ്യാനുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ, ഞാൻ ഒന്നുപാടെ വായിച്ചിട്ട് പറയാം, കാരണം ഇതിലൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഇഷ്യൂസ് വരുത്തും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈൻ ചെയ്യുക, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പം ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ റിട്ടേൺ ടെസ്റ്റിൻ്റെ സമയത്ത് സൈൻ ചെയ്യേണ്ടതാണ്. ഇത് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത്, ഇത് പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത്, ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത്. ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു പറയാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് വെക്കാം. നിങ്ങൾ ലൈവിൻ്റെ ഒരു ടൈം പറഞ്ഞാൽ നമ്മളനുസരിച്ചിട്ട് രാത്രി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്, ഒരു 9 മണിക്ക് ശേഷം. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കതിന് ചെയ്യാം. ഇന്നൊരു 9 മണിക്ക് ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്
കാരണം നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ലൈവിൽ വരിക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്